അപ്പൊ നമുക്ക് ഇന്ന് ചക്കയുടെ ഉണ്ടാക്കിയാലോ. ചക്ക ഇതുപോലെ വരട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൊണ്ട് ചക്കയുടെ ഉണ്ടാക്കാം. മഴയും അപ്പൊ അതിന്റെ ഇല പറിക്കാനായിട്ട് കാട്ടിലാണ് ഇല നിൽക്കുന്നത്. അത് പറിക്കാനായിട്ട് ഞാൻ പോവാണ്. ആ ആ ഇല വെച്ചിട്ടാണ് ട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ചക്കയുടെ ഉണ്ടാക്കുന്നത്. പല നാട്ടിലും പല ഇലകളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമ്മുടെ ഇവിടേക്ക് ഉണ്ടാക്കുന്നത് ഈ ഇടനയുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ. പാമ്പ് പിടിക്കുന്ന കാടൊക്കെയാണ്, പക്ഷേ പോയല്ലേ പറ്റുള്ളൂ. പാമ്പ് കടിച്ചില്ലെങ്കിൽ നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം. അങ്ങനെ അപ്പം എന്റെ ക്യാമറ പിടിക്കുന്ന ആൾക്ക് അങ്ങോട്ട് വരാനായിട്ട് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദൂരെ മാറിയിരിക്കുന്നത്. ഞാൻ കുറച്ച് ഇലയൊക്കെ അധികം പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഈ ഇല വെച്ചിട്ടുണ്ട്. എന്ത് വല്ല മണമെന്നറിയാമോ ഇതിന്. ഈ മണം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വായിക്കൂടി വെള്ളം വരും. കുറച്ച് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് ആട്ടപ്പൊടിയാണ് എടുത്തേക്കണത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ജീരകം, മറ്റേ ഏലക്ക എടുത്തിട്ടുണ്ട്. അത് കൊണ്ട് ചതച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇല ഇതുപോലെ കുമ്പിളാക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണത്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അതിന്റെ തലയെടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനെ പടക്കം പോലെ ആവുമല്ലോ, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതെല്ലാ ഇലയിലും ഇതുപോലെ ആ മാവ് ഇതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇഡലി ചെമ്പിൽ വെച്ചിട്ടാണ് വേവിക്കണത്. എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ കണ്ട എല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഡലിയുടെ പാത്രത്തില് വെള്ളം വെച്ചിട്ട് അത് തന്നെ പോലെ ആവി വന്നിട്ടുണ്ട്. ആ ആവി വന്ന പാത്രത്തിലേക്ക് ഇതുപോലെ എല്ലാം കൂടി വെച്ച് കൊടുക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ആ ഇലയുടെ കളറ് കണ്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ എന്നിട്ട് നമ്മൾ ഒന്നിങ്ങനെ അടച്ചു കൊടുക്കുക. വേഗിട്ട് ഒരു 10-20 മിനിറ്റ് എന്തായാലും വേവണം. ഇലയുടെ കളറൊക്കെ മാറി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല ശർക്കര ഇട്ട് വരട്ടിയത് കാരണം കൊണ്ട് നല്ല കളർ ഉണ്ട്. നല്ല അല്ലും പോലെയൊക്കെയുണ്ട്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ പറയാം, ശങ്കരയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇച്ചിരി കഴിച്ചു നോക്കുവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അവന് കൊടുത്തപ്പോൾ അവന് വേണ്ട, അവന് മൂഡ് ശരിയല്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് മൂഡ് ശരിയായി കൊണ്ടുപോയി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.